നമ്മളിന്ന് നോക്കാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനശേഷം അവരുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജസ്, അതായത് സേക്രഡ് ഹാർട്ട്സ് കോളേജ്, രാജഗിരി കോളേജ്, അസംഷൻ കോളേജ്, മരിയൻ കോളേജ്, ഇങ്ങനത്തെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനാദ്യമായി തന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻസിൻ്റെ ആവശ്യമുണ്ട്. 6 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഒന്നാമതായിട്ട് ഫോം 15. അത് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും നമുക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. രണ്ടാമത്തേത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വേണ്ടിയിട്ട് ഫീസ് അടച്ച റെസിപ്റ്റ് ആണ് രണ്ടാമത് വേണ്ട ഡോക്യുമെൻ്റ്. മൂന്നാമതും നാലാമതുമായിട്ട് നിങ്ങളുടെ SSLCയുടെയും 12th സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസാണ് വേണ്ടത്. ഈ SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികൾ ആവാം, അല്ലെങ്കിൽ CBSE പഠിച്ചതോ ICSE പഠിച്ചതോ ആയ കുട്ടികളാവാം. ഇത് മൂന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ബോർഡിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വല്ലോ മധ്യപ്രദേശ് ബോർഡോ അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡോ അങ്ങനെ എന്തെങ്കിലും, അതായത് SSLC കേരള സ്റ്റേറ്റോ CBSEയോ ICSEയോ അല്ലാത്ത കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു 2 സ്റ്റെപ്പും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റായിട്ട് നമ്മൾ പറയാം. അല്ലാത്ത എല്ലാ കുട്ടികൾക്കും ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്താൽ മതി. ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പിന്നെ നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് രണ്ടും, ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് തരേണ്ടതാണ്. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ഓഫീസുമായി ബന്ധപ്പെടുക. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അതും എടുക്കുക. ഫോം 15 എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിക്കാം. ആദ്യമായി തന്നെ നിങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇൻഫോ കോർണർ എന്ന ടാബിനടുത്തുള്ള ആരോ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. ആരോ ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം ഡൗൺലോഡ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഫോം 15 സെർച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് കാണാം, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഫോം 15. അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് ഫോം 15. ഇതിന് 2 പേജ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ആദ്യത്തെ പേജ് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ പേജ് നിങ്ങൾക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡോക്യുമെന്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഫീ പേ ചെയ്ത റെസിപ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ www.epay.mgu.ac.in എന്ന വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് അതിൽ ഓട്ടോണമസ് കോളേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഓട്ടോണമസ് കോളേജസ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ കാണിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു റാൻഡം നെയിമും ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക. ആദ്യം നെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കോളേജിലെ റോൾ നമ്പർ മുഴുവനായും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ കൊടുക്കുക. അടുത്തതായി നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കുക. ശേഷം നിങ്ങളുടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ്, വീട്ടുപേര്, സ്ഥലം, ജില്ല, പിൻകോഡ് തുടങ്ങിയവ കൃത്യമായി കൊടുക്കുക.
അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഓപ്ഷൻ സെലക്ഷൻ എന്നതിലാണ്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഡിഗ്രി UG ആൻഡ് PG രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കൃത്യമായി അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ UG സെലക്ട് ചെയ്യുക. തെറ്റിപ്പോവരുത്. ക്യാഷ് നമ്മൾ തെറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരികെ കിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതിന് താഴെയായിട്ട് അഡീഷണൽ ഫീല് സെർച്ച് ഫീ എന്നുള്ളിടത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നോട്ട് ആപ്ലിക്കബിൾ, സെർച്ച് ഫീ ഫോർ ഇഷ്യൂയിങ് എനി എക്സാം ഡോക്യുമെന്റ്സ് ആഫ്റ്റർ 1 ഇയർ, പിന്നെ അതുപോലെ തന്നെ 5 ഇയറിന് ശേഷം 10 വർഷത്തിന് ശേഷം. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം 1 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങളുടെ റിസൾട്ട് വന്ന് 1 വർഷം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ 1 ഇയർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. 5 വർഷം കഴിഞ്ഞു ഉണ്ടെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ്, 10 വർഷം കഴിഞ്ഞാണെങ്കിൽ ആഫ്റ്റർ 10 ഇയേഴ്സ്. നമ്മൾ ലേറ്റ് ആകുന്നതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലേറ്റ് ആകുന്നതിൻ്റെ ഫീസാണ് ഇവർ ഈടാക്കുന്നത്. നിങ്ങൾ പാസ്സായ ഉടനെ തന്നെയാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതിയാവും. അടുത്ത ഓപ്ഷൻ ട്രാൻസ്മിഷൻ ചാർജസ് ആണ്. അതായത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതിൻ്റെ ചാർജസ് ആണ്. നിങ്ങളുടെ അയച്ചു തരേണ്ട അഡ്രസ് ഇന്ത്യക്കുള്ളിലാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ചാർജസ് ഇൻസൈഡ് ഇന്ത്യ എന്നുള്ളത് സെർച്ച് ചെയ്യുക. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾ ദുബായിയോ അല്ലെങ്കിൽ അങ്ങനെ രാജ്യത്തിന് വെളിയിലോട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരേണ്ടത് എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണിച്ചേക്കുന്ന ക്യാപ്ച നിങ്ങൾക്ക് എന്താണോ തന്നേക്കുന്നത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്ത് പേ ചെയ്യാം. GPayയും ഉണ്ട്. അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കിട്ടും. അത് ഏകദേശം ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ റെസിപ്റ്റ് PDF രൂപത്തിലായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതും നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സിൽ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ നാലാമത്തെയും നിങ്ങൾക്കറിയാലോ, 10th-ൻ്റെയും 12th-ൻ്റെയും ആണ്. അത് രണ്ടിൻ്റെയും കോപ്പി നിങ്ങൾ എടുക്കുക. പിന്നെ 5ാമത്തെ 6ാമത്തെ നിങ്ങളുടെ കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടാവും. അതിൻ്റെയും കോപ്പീസ് നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫോം 15 ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ആ കാണുന്ന ഡാഷിൽ ആപ്ലിക്കേഷൻ ഫോർ ഡാഷ് ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അവിടെ ഡിഗ്രി എന്നുള്ളിടത്ത് ടിക്ക് കൊടുത്തിട്ട് അവിടെ നിങ്ങളുടെ കോഴ്സ് ഏതെന്ന് വെച്ചാൽ BCom ആണെങ്കിൽ BCom, BSc കെമിസ്ട്രി ആണെങ്കിൽ അത്, അപ്പോൾ എന്നാന്ന് വെച്ചാൽ ജസ്റ്റ് എഴുതുക. റൈറ്റ് ടോപ്പ് കോർണറിലായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും എത്ര രൂപയാണ് അടച്ചത് എന്ന് വെച്ചാൽ അതും നിങ്ങൾ അവിടെ എഴുതുക. ബാക്കിയുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ കോളേജിലെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മുഴുവനായിട്ടും എഴുതുക, തെറ്റുകൂടാതെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അതേതാന്ന് വെച്ച് എഴുതുക. പിന്നെ സെൻറ്റർ ഫോർ എക്സാമിനേഷൻ, നിങ്ങൾ മിക്ക കുട്ടികളും നിങ്ങളുടെ എല്ലാ എക്സാംസും നിങ്ങൾ പഠിച്ച കോളേജിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേര് മുഴുവനായിട്ട് അവിടെ കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾക്ക് ഈ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരേണ്ട അഡ്രസ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക. ആ കൂടെ പിൻകോഡും രേഖപ്പെടുത്തണം. അതിനുശേഷം നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങളുടെ വീട്ട് അഡ്രസ്സ്, നിങ്ങൾ സ്ഥിരമായി എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ പാസ്ഡ്, അതാണ് നമുക്ക് എഴുതാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച കോഴ്സിനനുസരിച്ച് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട്. ഈ കാണുന്ന എല്ലാ കോളവും ഒന്നും നിങ്ങൾ എഴുതി പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാൻഡിഡേറ്റ്സ് നീഡ് ടു ഫിൽ ദ
columns of respective courses, relevant courses. അപ്പോൾ നിങ്ങളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് BA, BSc, BCom ഡിഗ്രി എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെന്തെങ്കിലും ആണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ ആ കോളമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ഈ BA, BSc, BCom അല്ലാത്ത ബാക്കി എല്ലാ കോഴ്സ് പഠിച്ചവരും ആ വലതുവശത്ത് കാണുന്ന കോളമാണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾ BEdോ MEdോ ഒക്കെയാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു കോളം ഉണ്ട്, അതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഈ കോളം ഫില്ല് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാണും, അതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ചുമ്മാ പേരിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം, അത് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഈ രജിസ്റ്റർ നമ്പറിന് താഴെയായിട്ട് നിങ്ങളുടെ കോളേജിലെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എഴുതുക. ജസ്റ്റ് അതൊന്ന് മാത്രം എഴുതിയാൽ മതിയാവും. പിന്നെ അടുത്തതായിട്ട് മന്ത് ആൻഡ് ഇയറിന് താഴെയായിട്ട് നിങ്ങൾ അവസാനത്തെ സെമസ്റ്റർ പാസ്സായ മാസവും വർഷവുമാണ് നിങ്ങൾ എഴുതേണ്ടത്. സപ്ലി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വേണം എഴുതാനായിട്ട്. ഏറ്റവും അവസാനത്തെ എക്സാം ഏത് മാസവും വർഷമാണ് പാസ്സായത് അത് വേണം അവിടെ എഴുതാനായിട്ട്. സെൻറ്റർ എന്നുള്ളിടത്ത് നിങ്ങളുടെ കോളേജിൻ്റെ പേര് എഴുതുക. പിന്നെ അവിടെ അഡീഷണൽ ലാംഗ്വേജ് എന്നുള്ളതുണ്ട്, അവിടെ വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ ലാംഗ്വേജ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളമോ ഹിന്ദിയോ അങ്ങനെ മറ്റെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതുക. പിന്നെ അവിടെ മെയിൻ സബ്ജക്റ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എഴുതുക, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇപ്പം നിങ്ങൾ BSc കെമിസ്ട്രി ആണ് പഠിച്ചെങ്കിൽ അവിടെ കെമിസ്ട്രി എന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കോളത്തിൽ അത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇല്ലേ നമ്മൾ ആദ്യം ഫില്ല് ചെയ്തത്, അതൊക്കെ തെറ്റുകൂടാതെ നിങ്ങൾ കൊടുക്കണം, അത് മാത്രമാണ് അവർ ശ്രദ്ധിക്കത്തുള്ളൂ. പിന്നെ താഴെ വെദർ അപ്ലൈഡ് ഫോർ റീവാലുവേഷൻ അത് യെസ് ഓർ നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആ താഴെ കാണിച്ച കോളമാണ് BEd MEd പഠിച്ചവർ ഫില്ല് ചെയ്യേണ്ടത്. വേറെ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. പ്ലേസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീട് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്യുക. പാലമെങ്കിൽ പാല, കോട്ടയം, എരുമേലി, വാട്ട് എവർ ഇറ്റ് ഈസ്, സ്ഥലം ജസ്റ്റ് എഴുതുക. നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ഡേറ്റ് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോമിൽ ഇത്രയുമാണ് ഫില്ല് ചെയ്യാനുള്ളൂ. പേഴ്സണൽ ഡീറ്റെയിൽസ് തെറ്റുകൂടാതെ എഴുതുക, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോം 15 നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻസും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 6 ഡോക്യുമെൻസും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ആ 6 ഡോക്യുമെൻസും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ജസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതുക, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ സൈൻ ഇടുക, താഴെയായിട്ട് നിങ്ങളുടെ പേര്, അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഡേറ്റും ഇടുക. അത്രേ ഉള്ളൂ. സൈനും നെയിമും മാത്രം ഇട്ടാലും മതി, കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ഈ 6 ഡോക്യുമെൻസും മടക്കിയിട്ട് ഒരു പോസ്റ്റൽ കവർ വാങ്ങിച്ചിട്ട് അതിലോട്ട് ഇടുക. പോസ്റ്റൽ കവർ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേഷനറി ഷോപ്സ് അങ്ങനെ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പോസ്റ്റൽ കവർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലോട്ട് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ പുറത്തായിട്ട് നിങ്ങൾ ഫ്രമും ടു അഡ്രസ്സും നിങ്ങൾ എഴുതണം. ഫ്രം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര്, വീട്ടുപേര്, സ്ഥലം, ജില്ല, പിൻകോഡ്, ഫോൺ നമ്പറൊക്കെ കൊടുക്കാം. ടു എന്നുള്ളിടത്ത് ഈ കാണിച്ചേക്കുന്ന അഡ്രസ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, PD ഹിൽസ്, അതിരമ്പുഴ, കോട്ടയം 686560. അതിനുശേഷം ആ കവർ സീല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോട്ട് ചെന്നിട്ട് അത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക. അതിനൊരു ഏകദേശം ഒരു 55 രൂപ അടുത്താണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ്. ഇത് അയച്ച ശേഷം എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഞാനും ഇതുപോലെ ഇങ്ങനെ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കങ്ങനെ വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അവസാനം തന്നെ എങ്ങനെയോ ചെയ്തതാണ്, സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചും അങ്ങനെ. അപ്പോൾ
ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല, ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ക്ലാസ് ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.